നീ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കഥ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേണ്ട കേട്ടോ. തിരിഞ്ഞിരിക്കെ. വെറുതെ പേടിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പറയണ്ട. ഇപ്പൊ തന്നെ ഒന്നാമത് എല്ലാവരും കൂടെ പേടിച്ചിരിക്കുക. ആര് പേടിച്ചു? ഞങ്ങളാരും പേടിച്ചിട്ടൊന്നുമില്ല. മെഗ, നീ പേടിച്ചോ? ഞാൻ പേടിക്കാനും ഒരു യക്ഷി വന്ന് മുമ്പിൽ നിന്നാ പോലും എനിക്ക് പേടിയില്ല. കണ്ടോ? അതെന്താ പേടിയില്ലാത്ത? അതിനേക്കാളും വലിയ 4 വടയക്ഷര കൂടെയാണല്ലോ ഈ യാത്ര ചെയ്യുന്നത്. പിന്നെ ഇതിന് ഞാൻ പേടിക്കണം? ഓ, അങ്ങനെയാണോ? മോളെ മേഘേ, ഞങ്ങൾക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇല്ല. ഞങ്ങൾ പേടിക്കാത്തതേ നിന്നെ പോലൊരു മറുത കൂടെ ഉള്ളതുകൊണ്ടാ. നിന്റെ കൂട്ടുകാരി നീ. അതെ, നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ. അപ്പൊ നിങ്ങൾക്കാർക്കും പേടിയില്ലേ? പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. ഇതുവഴി പോലീസ് വരുമെന്ന്. ഒരു വണ്ടിയോ മനുഷ്യനോ ഇതുവരെ ഈ റോഡിൽ കണ്ടില്ല. പിന്നെ എങ്ങനെയാ പോലീസ് വരുന്നേ? നീ ആ സംഭവം എന്താന്ന് പറ. എല്ലാവരുടെയും ബോറടിന്ന് മാറട്ടെ. നടന്ന സംഭവമാണെന്നൊന്നും എനിക്കറിയില്ല. മുത്തശ്ശൻ പറഞ്ഞ കഥയാ. അതെന്ത് കഥയാ? ഇതുവഴി പോകുമ്പോ ഒരു കൊടും വളവുണ്ട്. ആ വളവിലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊലപ്പെടുത്തിയെന്നാ? ഏത് സ്ത്രീയെ? ഹലോ, എന്തടി നിന്നെ വിട്ടുപോയ പേടി തിരിച്ചു വന്നോ? ഇങ്ങനെയുള്ള സംഗതി കേൾക്കുമ്പോഴേ എനിക്ക് ദേഹം വല്ലാതെ വരും. എന്നാ പിന്നെ നീ വല്ലതും കഴിച്ചോണ്ടിരിക്കെ. വൃന്ദേ, നീ ബാക്കിയൂടെ പറ. ആരാ ആന്റി കൊന്നത്? അവരുടെ ഭർത്താവല്ലോ ആണോ? അതൊന്നും അറിയില്ല. 50 വർഷം മുമ്പേ നടന്ന സംഭവം. ബാക്കി പറയണോ ആരവേ? നിനക്ക് പേടിയുണ്ടോ? ആരവന് പേടിയൊന്നുമില്ല, നീ പറ. ഇതുവഴി രാത്രി പോകുമ്പോഴേ കേൾക്കാൻ പറ്റിയ സ്റ്റോറി. നീ പറ, ബാക്കി കേക്കട്ടെ. രമണി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. രമണിയുടെ കൊലപാതകം നടന്ന സ്ഥലം രമണി വളവെന്നാ അറിയപ്പെടുന്നത്. ആ സംഭവം നടന്നതിന് ശേഷം രാത്രിയിൽ ആരും ഇതുവഴി പോവാറില്ലായിരുന്നു. പോകുന്നവരെ രമണിയുടെ പ്രേതം പിടിക്കും. എന്താടി? നമ്മള് രാത്രിയിൽ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നേ? എടി, ഞാൻ പറയുന്നതേ 50 വർഷം മുന്നേ ഉള്ള സ്റ്റോറിയാ. പാതിരാത്രികളിലെ ആ വളവില് രമണി നിൽക്കുന്നത് കണ്ടവരുണ്ട്. ആണോ? ആ, രമണിയുടെ മുമ്പില് ഏതെങ്കിലും വാഹനം ചെന്ന് പെട്ടാ പിന്നെ ആ വാഹനം മുന്നോട്ട് പോവില്ല. വണ്ടി അതെന്താടി? രമണി ആ വാഹനം തകർത്തു കളയും. വാഹനം തകർക്കാൻ രമണി ആരാ? ആനയാണോ? അല്ല, രമണി പ്രേതോ. എത്രയോ പേര് രമണിയുടെ മുമ്പില് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ആ വളവില് രമണിയുടെ പ്രേതം ഇറങ്ങാറുണ്ടോ? എന്തിനാ കിരണ ഇപ്പൊ നീ ഇത് അന്വേഷിക്കണേ? നിനക്ക് രമണിയുടെ പ്രേതത്തിനെ കാണണോ? നീ പേടിക്കണ്ട മേഘേ, ഇപ്പൊ രമണിയുടെ ശല്യമൊന്നുമില്ല. നമ്മുടെ മുത്തശ്ശന്റെ അച്ഛനാണ് രമണിയെ തളച്ചത്. ഓ, ആണോ? അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നീട് ആ രമണിയെ കണ്ടവരാരുമില്ല. സൂര്യമംഗലത്തെ തിരുമേനിമാര് പ്രേതവേട്ടക്കാരല്ലേ? അങ്ങനെയുള്ള ചില സിദ്ധികൾ സൂര്യമംഗലത്തുകാർക്കുണ്ട്. രമണിയെ തളച്ചെങ്കിലും അവളുടെ ആത്മാവ് ആ വളവിലെ വീണ്ടും ഇറങ്ങിക്കൂടാന്നൊന്നുമില്ലല്ലോ. ആരവേ, നീ എന്നെ പേടിപ്പിക്കാതെ. നമുക്ക് ഈ വഴി വരണ്ടായിരുന്നു. കഷ്ടകാലത്തിന് നമ്മളെ വണ്ടിയുടെ മുമ്പിൽ ആ രമണിയുടെ പ്രേതം വന്ന് ചാടിയാലോ? അതെ, രമണിയുടെ പ്രേതം നമ്മുടെ മുൻപിൽ വന്ന് പെട്ടാ തന്നെ
അത് നേരിടാൻ സൂര്യമംഗലത്ത് വൃന്ദയിരിക്കല്ലേ. വൃന്ദയ്ക്ക് പ്രേതങ്ങളെ നേരിടാനുള്ള കഴിവുണ്ടോ? ആ ദേ നീ പറഞ്ഞ രമണി വളവെത്തി. രാമ 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 രാമ. രാമ രാമ രാമ. ഈശ്വര രമണി വള പറ്റിയോ? ഇവളുടെ പേടി കാരണം നമ്മളോട് പേടിക്കൂലോ. രാമ 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 രാമ. ദൈവമേ, രമണി വളവിൽ തന്നെ നമ്മുടെ വണ്ടി ഓഫായല്ലോ. നീ വണ്ടി നിർത്തിയത് എന്തിനാ? അത് ആ വളവ് തിരിഞ്ഞപ്പോ പെട്ടെന്നൊരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്തു. സ്ത്രീയോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. കിരണേ, നീ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കള്ളം പറയല്ലേ. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയതാ. നിനക്ക് തോന്നിയതല്ലേ? നീ വണ്ടി വിട്. പെട്ടെന്ന് എടുക്ക്. സ്റ്റാർട്ട് ചെയ്യണേ. കിരണേ, ഒന്ന് വേഗം.